ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം പുതിയൊരു വീട്ടിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ രാവിലെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വടയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചു അവർ ഏർലി ചെക്ക് ഇൻ തരുമോ എന്ന്. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള മാരിയറ്റാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ നല്ലതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ടായതേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് നല്ല രസമുള്ളൊരു മഴയാണ്. കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. നമുക്ക് വെളിയിൽ ഇറങ്ങിയാലും അത്രയ്ക്കൊരു ഡ്രിസ്ലിംഗ് ടൈപ്പ്. കുറച്ച് നേരം നിൽക്കും, കുറച്ച് നേരം പോകും. അങ്ങനെ നമുക്കൊരു നല്ല രസമുള്ള ഒരു മഴ, നമുക്ക് ഒരു ദുരിതങ്ങളും തരാത്ത ഒരു മഴയാണ് കേട്ടോ. പക്ഷേ മുംബൈയിൽ മഴ തുടങ്ങിയാൽ ഭയങ്കര കണ്ടിന്യൂസ്ലി മഴയാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രാവിലെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ഇന്നൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കിടന്ന് നല്ലതായിട്ട് ഉറങ്ങണം. കഴിച്ചല്ലോ, കിടന്ന് ഉറങ്ങി കുറച്ച് നേരം ഉച്ചവരെ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തെങ്കിലും തളർന്ന് കുത്തി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതിരിക്കുക കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വന്ന റൂമിലെത്തിയിട്ട് എനിക്കൊന്ന് കുളിക്കാനുള്ള ഇതുപോലും ഇല്ലായിരിക്കും. ഞാൻ മിക്കവാറും അന്നേരം തന്നെ ഉറങ്ങുന്നതായിരിക്കും. അപ്പോൾ ചെക്ക് ഇൻ രാജേട്ടൻ അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ലോബിയിൽ വെയിറ്റ് ചെയ്യണം. പെട്ടെന്നൊന്ന് റൂമിലെത്തിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആ റൂമിൽ ആ ലിഫ്റ്റ് കയറുന്നിടത്ത് നോക്കിയാൽ നമുക്ക് ഇതിവിടെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ റൂമിൽ എത്തി. ഇത് ഞാൻ എന്നായിരുന്നു 1 മാസം മുമ്പ് അങ്ങാണ്ട് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം പക്ഷേ നമുക്കിങ്ങനെ ഈ വ്യൂവിനെ പറ്റി അത്ര ഐഡിയ ഒന്നും ഇല്ല. അതിന് എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടൽ അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ സർപ്രൈസ് അറിയുന്നത്. ഇത് നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്ക്. നമുക്ക് 6th ഫ്ലോറാണ് കേട്ടോ കിട്ടിയിട്ടുണ്ട്. 6th ഫ്ലോറിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പം ഫുൾ നമ്മൾ എയറോപ്ലെയിൻസും, അതായത് എയർപോർട്ടാണ് കാണുന്നത്. ഇഷ്ടം പോലെ നമ്മളെ ബസ് വന്നു പോകുന്നു. അതുപോലെ തന്നെ 2 മിനിറ്റിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും. പിന്നെ നമുക്ക് ഒച്ചയൊന്നും ഇതിന് അറിയത്തില്ല. പക്ഷേ എന്ത് രസമാണെന്നറിയാം വ്യൂ. എനിക്കൊന്നും ഇതിനകത്ത് ശരിക്കും അത്രയ്ക്കങ്ങ് കിട്ടാനായിട്ട് പറ്റിയിട്ടില്ല. അത് ഞാൻ മുകളിൽ പോയിട്ട് പിന്നെ 10th ഫ്ലോറിലാണ് ഇവരുടെ പൂള്. അവിടെ പോയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വ്യൂ. എന്ത് രസമാണ്. അവിടെ നിന്ന് നമ്മൾ എത്ര നേരം വേണമെങ്കിലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയാണെങ്കിൽ ഇത് റൂമിനകത്തൂടെ ഗ്ലാസ്സിനകത്തൂടെ എടുത്ത വ്യൂ ആണ് കേട്ടോ. അപ്പം മുകളിൽ പോയിട്ടുള്ള വ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം, അതായത് അത് ഇഷ്ടമുള്ളവർക്ക് മിക്കവർക്കും തന്നെ പ്ലെയിൻ സ്പോട്ടിങ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ രാജേട്ടൻ ഇവിടെ രാജേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇതൊരു രസം, നല്ല ടൈം പാസ്സാണ്. പിന്നെ നല്ലതാണല്ലോ ബാക്കി. അപ്പോൾ ഇത്ര നോക്കിയിരിക്കാനേ സമയമുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീറ്റപ്പം 12:30 വെളുപ്പം പോയി ഒന്ന് കുളിച്ചിട്ട് അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ 5 മണിക്കെങ്ങോ കഴിച്ചതല്ലേ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാരിയറ്റിൽ നമ്മുടെ ഫാദേഴ്സ് ഡേ ആണ് ഇന്ന്. സൺഡേ ആണ്. സൺഡേയിലെ വീഡിയോ ഇത്. ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് നല്ല അടിപൊളി ബ്രഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ കഴിക്കണോ വേണ്ടയോ, നമ്മുടെ പിള്ളേരൊന്നും കൂടെ ഇല്ലാത്തതുകൊണ്ട് കഴിക്കണോ വേണ്ടയോ എന്ന് വെച്ച് എന്നാൽ ഏതായാലും ഇനി വേറെ ഒന്നും പോകാൻ സമയമില്ല. അവിടെ ബ്രഞ്ച് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അത് കാരണം നോർമൽ ഫുഡ്, അതായത് നോർമൽ ലഞ്ച് കിട്ടുമോ എന്നറിയത്തില്ല. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഞങ്ങളുടെ അത്രയ്ക്കൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല, എന്നാലും ബുഫേ തന്നെ കഴിച്ചു. അടിപൊളി, നല്ല മ്യൂസിക്കും നല്ല ഫുഡും. ഞാനങ്ങ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതിനകത്ത് കുറേ മീൻസ് സൺഡേ ബ്രഞ്ച് അല്ലേ, അപ്പോൾ വെളിയിൽ നിന്നുള്ള ആൾക്കാരും അങ്ങനെ ഇതുണ്ട്. മാഡോ എന്ന് പറഞ്ഞിട്ട് അവർ റെസ്റ്റോറൻറ്റിലായിരുന്നു. സൂപ്പർ ഡാഡ് എന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ സ്പ്രെഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പോൾ എന്ത് കഴിക്കണം എന്നറിയില്ല. ക്ഷീണവും അത്ര മാറിയിട്ടൊന്നുമില്ല. എത്രയായാലും നമ്മൾ പകൽ ഉറങ്ങുന്നത് രാത്രി ഉറങ്ങുന്നത് നല്ല വ്യത്യാസമുണ്ട് അല്ലേ. രാത്രി തന്നെ ഉറങ്ങിയാലേ ആ ക്ഷീണം മാറത്തുള്ളൂ. ഞാനിങ്ങനെ ഡെസേർട്ടിൻ്റെ ഒക്കെ കുറച്ച് എടുത്താണ് കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എടുത്താണ്. പക്ഷെ അവരുടെ കഴിക്കുന്നിടത്തൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല തിരക്കും പിന്നെ മ്യൂസിക്കും അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ക്ഷീണവും അതെല്ലാം കൂടെ വന്നപ്പോഴത്തേന് അത്രയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല സ്പ്രെഡായിരുന്നു ഇത്. പക്ഷേങ്കിൽ ഇച്ചിരി നമ്മുടെ കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ 2200 പെർ പേഴ്സൺ ആണ് ബുഫേ. അതിൻ്റെ കൂട്ടത്തിൽ ടാക്സ് വരും 750 എന്നും. അപ്പം നമുക്കവർ നമ്മളവിടെ താമസിക്കുന്നു അങ്ങനെ കൊണ്ട് അവർക്ക് അവർ കുറച്ച് ഒരു ഓഫറിൽ തന്നെന്ന് പറഞ്ഞാലും എത്ര % ഓഫറായിരുന്നു? 20% തന്നു ഓഫർ. അത്രേ ഉള്ളായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഒത്തിരി ഫുഡൊക്കെ കഴിക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ബഫേ എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് വേസ്റ്റ് ഓഫ് മണി ആണെന്ന് തോന്നുന്നു. പിന്നെ അന്ന് ഫാദേഴ്സ് ഡേ അല്ലേ, ഫാദർ എൻജോയ്. ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ, അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് എടുക്കാം. ബിയർ, ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. സ്പ്രെഡ് നല്ലതായിരുന്നു. പിന്നെ ഇവരുടെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ, എക്സ്ട്രാ നല്ല ടേസ്റ്റി ആയിരുന്നു. എന്ത് വേണമെങ്കിൽ പിന്നെ നമുക്ക് ബിരിയാണി ടൈപ്സ്. ഞാൻ അങ്ങനെ എല്ലാത്തിനും ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ആ തിരക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചിട്ട് ഇപ്പോഴും എൻ്റെ ചമ്മൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ക്ഷീണമായിരുന്നു കേട്ടോ. എത്രയായാലും കുളിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ കീറിങ്ങിയ പോലെ പിന്നെ ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ഫീലായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാഷ്ട്രീയ നമുക്ക് മുകളിൽ പോയി നോക്കാം. മുകളിലാണ് അവരുടെ പൂള് 10th ഫ്ലോറിൽ.
അപ്പോൾ ഞങ്ങൾ അങ്ങനെ മുകളിലെത്തി. എൻ്റെ ദൈവമേ, അടിപൊളിയാട്ടോ അവിടെ നിന്നുള്ള വ്യൂ. എൻ്റെ ഒന്നും ഒരു രക്ഷയില്ല. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, രാജേഷേട്ടനും. അവരുടെ ഇൻഫിനിറ്റി പൂളുമാണ്. അപ്പോൾ പൂളിനകത്തോട്ട് പോകുന്നത് അത് ആ വഴിയാണ്. അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പം നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്, അതായത് നമ്മൾ എത്ര നേരം നിന്നാലും നമുക്ക് മടുക്കത്തില്ല. പിന്നെ ആ ഒരു വെതർ അത്രയും നല്ല കാറ്റും നല്ല സുഖമുള്ളൊരു വെതറും, അതായത് നമ്മൾ കറക്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റും. അവിടെ ഇരുന്ന് ചായ കുടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇത് കാണുക. അതായത് പൂളിലൊന്നും ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. രാജേഷേട്ടൻ പൂളിലൊക്കെ ഇറങ്ങണം എന്ന് പറയുന്നത്, ഞാൻ പൂളിലൊന്നും ഇറങ്ങത്തില്ല. പക്ഷേങ്കിൽ അവിടെ ഇരുന്നുള്ള കുറച്ച് നേരം ഇങ്ങനെ നമുക്കതായത് അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും കാറ്റും ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരാനേ തോന്നത്തില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇവിടുത്തെ സ്റ്റേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയിൻ നമ്മുടെ പ്ലെയിൻ സ്പോട്ടിങ്. പ്ലെയിൻ നമുക്ക് എത്രയായാലും ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കാണാൻ ഒരു രസം തന്നെയല്ലേ. ഇതുണ്ടല്ലേ, അവിടെ നിന്ന് നമുക്കിങ്ങനെ അടുത്ത് കാണുന്നില്ല, ഇങ്ങനെ പൊങ്ങി പോകുന്ന കാണാം. അതുപോലെ എവറി 2 മിനിറ്റ്സിൽ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. മുംബൈ ഈസ് ദ ബിസിയസ്റ്റ് എയർപോർട്ട് അല്ലേ. അപ്പോൾ അവിടുന്ന് എല്ലാ 2 മിനിറ്റിലും ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സും ജംബോ ഫ്ലൈറ്റ്സും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും എന്താ വേണ്ട, അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ഫെയർഫീൽഡ് ബൈ മാരിയറ്റ് ആണ് കേട്ടോ, നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള. അവിടെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്നവർക്ക് എന്ത് ഇഷ്ടമായിരിക്കും. 2 മിനിറ്റിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് കിടക്കുന്ന ഒരു ഫീലിംഗ്, അതുപോലെ ഫ്ലൈറ്റ്സ് കിടക്കുമല്ലോ. എല്ലാം ഒരെണ്ണം ടേക്ക് ഓഫ് ചെയ്യുന്നു, ഒരെണ്ണം ലാൻഡ് ചെയ്യുന്നു, ഒരെണ്ണം ടേക്ക് ഓഫ് ചെയ്യുന്നു, ഒരെണ്ണം ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എത്ര നേരം അവിടെ നിന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. ക്ഷീണമൊക്കെ അങ്ങ് മാറിയതുപോലെ ആയി കേട്ടോ. ഇപ്പം മഴ പെയ്യുന്നില്ലേ, നല്ല കാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രാജേഷേട്ടനാണെങ്കിൽ അവിടെ നിന്ന് വരാൻ പോകുന്നത്. രാജേഷൻ എനിക്ക് പ്ലെയിൻ സ്പോട്ടിങ് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് എവിടെ പോയി നിന്നത് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് അത്ര ഇത് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഈ പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്കതൊക്കെ ചില സമയത്ത് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പോൾ അത് മിസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ രാജേഷേട്ടൻ എവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ചായയും കോഫിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. അപ്പോൾ താഴെ അവിടെ ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ, നല്ല പൂളുമായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിലും പൂളിൽ ഇറങ്ങുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇൻസൈഡ് പൂളില്ല കേട്ടോ ഇവർക്ക്, മുകളിൽ 10th ഫ്ലോറിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ നിന്നപ്പോൾ ഇതുണ്ട് വരുന്നുണ്ടല്ലേ. വരുന്ന വരവും അത് എപ്പോഴായാലും നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു ലാൻഡിങ് നമുക്ക് നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്ത് രസമായിരിക്കും. ഞാനിങ്ങനെ മോനെ വിളിച്ചു, അജു വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അജുവിനെ വിളിച്ച് ഇങ്ങനെ വീട്ടിലിങ്ങനെ കാണിച്ചു. അപ്പോൾ അജു പറഞ്ഞു ഇത് അടിപൊളിയാണല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ മാരീഡിലെ സ്റ്റേ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ജയ്പൂർ പോയപ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. എനിക്ക് നമ്മുടെ നാട്ടിലെ കൊച്ചിയിൽ ലുലുവിൻ്റെ അടുത്തുള്ള മാരിയറ്റ്, അതും അടിപൊളിയല്ലേ, നല്ലതാണ് അവിടെ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല കേട്ടോ. നമ്മൾ മുംബൈ വന്നിട്ട് കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര രസമാണല്ലോ വന്നാൽ. പക്ഷെങ്കിൽ എനിക്ക് എന്തോ ഇപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കുറച്ച് മിനിമലിസ്റ്റ്, അതൊക്കെ മാറി നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ഒക്കെ എടുത്തു. അങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ്, പിന്നെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ഷോപ്പിംഗ്, അതൊക്കെ എനിക്ക് ഇപ്പം അത്രയും മൂഡ് വരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഇങ്ങനെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐസ് കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും നാളെ നമുക്ക് മറൈൻ ഡ്രൈവും കൊളാബ മാർക്കറ്റും പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. നാളെയല്ല, അതായത് ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം, നാളെയെന്ന് ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരം. നാളെ മഴയാണെന്ന്, ഹെവി റെയിനുള്ള പ്രഡിക്ഷനാണ് കേട്ടോ നാളത്തേക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാളെ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഉറങ്ങി എളുപ്പം എഴുന്നേക്കുവാണെങ്കിൽ ഇത്രയൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷെ മഴയാകുമ്പോൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് അത്ര ഹൈജീനിക് ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കാം, എങ്ങാനും വയർ അപ്സെറ്റ് ആയെങ്കിലും ഇതൊക്കെ നമ്മൾ പ്രായമാകുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ, വയർ അപ്സെറ്റ് ആവുമോ എന്നൊക്കെ. പണ്ടൊക്കെ എന്ത് വേണമെങ്കിൽ കഴിക്കാം. അപ്പം ഞങ്ങൾക്കൊരു ഇതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ വന്നത് മുംബൈയാണ്. പിന്നെ ഞാൻ അങ്ങനെ മുംബൈയിൽ വന്നിട്ടില്ല. രാജേഷേട്ടൻ ഒരു പ്രാവശ്യം കണ്ടു വന്നു, ഞാൻ വന്നിട്ടില്ല. ട്രാൻസിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പം കാൺപൂരിൽ നിന്ന് വരുന്ന വഴിക്ക് നാട്ടിലോട്ട് വന്നിട്ട് ട്രാൻസിറ്റ്, അപ്പോൾ നമ്മൾ വെളിയിലൊന്നും ഇറങ്ങത്തില്ല, മുംബൈ എയർപോർട്ട് മാത്രം. ബാക്കി ഇവിടെ വരുന്നത് നമ്മൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇതൊക്കെ കണ്ടു നിന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു പറയാനുള്ളത്? അപ്പം ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. നാളെ അല്ല, ഞാൻ 2 ദിവസം കൂടുമ്പോഴായിരിക്കുമല്ലോ വീഡിയോ ഇടുന്നത്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. നമ്മളിവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്ന്. എന്തായാലും നമ്മൾ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വന്നായിരുന്നു, പക്ഷെ ഇത്ര മാറിപ്പോയി. ഇപ്പോൾ സീലിംഗ് വന്നു, ഭയങ്കര പുതിയ പുതിയ ബിൽഡിങ്സ് വന്നു. അപ്പോൾ അതിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയും ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ആരും മീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ചുമ്മാ വന്നു, കുറച്ച് റിലാക്സ് ചെയ്ത് പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ തിരിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആരും മീറ്റ് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. രശ്മിയുടെ അടുത്താണ് നമ്മൾ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ രശ്മി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ രശ്മിയെ മിസ് ചെയ്യുന്നുണ്ട്. രശ്മി ഇപ്പോൾ ഇവിടെ ഇല്ല, രശ്മി അബുദാബിയിലാണ്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കണ്ടേനെ രശ്മിയെ കേട്ടോ. രശ്മി പ്രകാശ് ഭയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് രേഷൻ്റെ ഫ്രണ്ട്സിൻ്റെ. അപ്പം അതായിരുന്നു നമ്മുടെ മുംബൈയിലെ ഫസ്റ്റ് ഡേ വന്ന് കയറിയതുള്ള അപ്പോഴത്തെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ലക്ഷ്മി സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം നമുക്ക് 238 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വാച്ച് അവർ വളരെ വളരെ കുറവാണ്. ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് 4000 വാച്ച് അവർ വേണമല്ലോ മോണിറ്റൈസ് ആവാനായിട്ട്. അപ്പം ഞാനതുകൊണ്ട് കുറച്ച് ഫ്രീക്വൻ്റ്ലി വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വൺസ് അഗെയിൻ. ലക്ഷ്മി. ബൈ. അയ്യോ ബബായി ഒക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ അവരുടെ ഇൻഫിനിറ്റി പൂളും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അതാണ് അവരുടെ ഇൻഫിനിറ്റി പൂള്. ഇൻഫിനിറ്റി പൂൾ അറിയാലോ, നമുക്കിങ്ങനെ ഒരു കുറങ്ങ് കിടക്കുന്ന പോലെ തോന്നുമല്ലോ. അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിച്ചാണ് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ 10th ഫ്ലോറിൽ തന്നെയാണ് അവരുടെ ഫിറ്റ്നസ് സെൻറ്ററും. അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി അതും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിറ്റ്നസ് സെൻറ്ററിൽ നമുക്ക് വർക്കൗട്ടൊക്കെ സാധാരണ എല്ലാവരുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊരു ഫിറ്റ്നസ് സെൻറ്റർ ചില ഹോട്ടൽസിലൊക്കെ അങ്ങനെയാണല്ലോ. ഇത് താഴെ ഇറങ്ങി ചെന്നിട്ടാണ് കേട്ടോ, സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്. ആ ഫിറ്റ്നസ് സെൻറ്ററിൽ ചെന്നപ്പോൾ അതിലും രസം. അവിടുന്ന് ഏറ്റവും ക്ലോസ് ബൈ നമുക്ക് എപ്പോൾ ഈ ഹോട്ടലിൽ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ഇതാണ് കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും പ്ലെയിനുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് നമ്മളെന്ന് പറയാം. അപ്പോൾ നല്ല സാമാന്യം നല്ലൊരു വലിയൊരു ഫിറ്റ്നസ് സെൻറ്റർ തന്നെയാണ്. എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുണ്ട് നമ്മളിവിടെ ട്രെഡ്മില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ബോറടിക്കത്തില്ല, ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് കാണാം. ഇതും ഫുൾ ഗ്ലാസ് ആയ കാരണം നമുക്ക് അടിപൊളി വ്യൂ. എവിടെ നോക്കിയാലും വ്യൂ ബെസ്റ്റാണ് കേട്ടോ ഈ ഹോട്ടലിൽ. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും പോപ്പുലർ. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ ആദ്യം ഒരു ബൈ ബൈ പറഞ്ഞു, ഇപ്പോൾ പിന്നെയും ഒരു ബൈ ബൈ കൂടെ പറയാം കേട്ടോ. ബൈ ലക്ഷ്മി.